പുതിയ മദ്യനയം പ്രഖ്യാപിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദം. നിലപാട് വ്യക്തമാക്കി സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുൻ സർക്കാരിന്റെ നിലപാട് വീണ്ടും ചർച്ചയാകുന്നു. കേരള സർക്കാരിന്റെ പുതിയ മദ്യനയം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച ബജറ്റ് നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗും പരസ്യമായി അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീര്യം കുറഞ്ഞ മദ്യവും കൂടിയ മദ്യവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമില്ല, മദ്യം ഏതു തരത്തിലായാലും വിൽക്കാൻ പാടില്ല എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കി. സർക്കാരിന് അതിൻ്റെതായ നയങ്ങൾ ഉണ്ടാകാമെങ്കിലും പാർട്ടിയുടെ അഭിപ്രായം UDF യോഗത്തിൽ ശക്തമായി അറിയിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ പ്രതികരണം UDF സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട മുന്നണിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിനിടെ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വിവിധ മത സാമുദായിക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. മലങ്കര മാർത്തോമ സുറിയാനി സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലീത്ത മദ്യത്തിന് നികുതി കുറയ്ക്കുന്ന തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. മദ്യം പൂർണ്ണമായും വർജിക്കുകയാണ് സഭയുടെ നിലപാടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം എന്നതും ശ്രദ്ധേയമാവുകയാണ്. സർക്കാർ അവതരിപ്പിച്ച പുതിയ ബജറ്റ് അനുസരിച്ച് 10% താഴെ ആൽക്കഹോൾ അളവുള്ള മദ്യത്തിന് 120%, 10 മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% വിൽപ്പന നികുതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലെ നികുതി ഘടനയേക്കാൾ ഇത് ഇളവായി കണക്കാക്കപ്പെടുന്നതിനാലാണ് വിവാദം ശക്തമായത്. സർക്കാർ വിശദീകരിക്കുന്നത് കുറഞ്ഞ ആൽക്കഹോൾ അളവുള്ള പാനീയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിലൂടെ കൂടുതൽ വീര്യമുള്ള മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാനാകുമെന്നാണ്. പല രാജ്യങ്ങളും ഹാം റിഡക്ഷൻ മാതൃകയിൽ ഇത്തരമൊരു നയം പിന്തുടരുന്നുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ വിമർശകർ പറയുന്നത് മദ്യം ഏത് രൂപത്തിലായാലും ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്ന നയം സമൂഹത്തിന് ദോഷകരമാണെന്നാണ്. ഈ വിഷയത്തിൽ മുൻകാല നിലപാടുകളും വീണ്ടും ചർച്ചയാവുകയാണ്. LDF ഭരണകാലത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഒരു പ്രമുഖ മദ്യനിർമ്മാണ കമ്പനി സർക്കാരിനെ സമീപിച്ചിരുന്നുവെങ്കിലും അന്നത്തെ സർക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ UDF സർക്കാർ അതേ ആവശ്യത്തിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല, കോൺഗ്രസിനുള്ളിലും ഈ തീരുമാനത്തിനെതിരെ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ മദ്യനയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച മുൻകാല നിലപാടുകൾക്ക് വിരുദ്ധമാണ് പുതിയ തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം വിവിധ ക്രൈസ്തവ മുസ്ലിം സാമൂഹിക സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയതോടെ വിഷയം രാഷ്ട്രീയത്തിനപ്പുറം സാമൂഹിക ചർച്ചയായും മാറിയിരിക്കുകയാണ്. അതേസമയം നികുതി ഇളവിലൂടെ സംസ്ഥാനത്തിന്റെ വരുമാനവും ഉപഭോക്തൃ സ്വഭാവവും എങ്ങനെ മാറുമെന്നതും ഇനി ശ്രദ്ധേയമായ വിഷയമാണ്. മുന്നണി യോഗങ്ങളിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാടും പ്രതിഷേധങ്ങൾക്കിടെ സർക്കാർ തീരുമാനത്തിൽ മാറ്റം വരുത്തുമോ എന്നതും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാന വിഷയങ്ങളായിരിക്കും.